അബ്ദുള്ള ഞങ്ങളെ ഓണസദ്യ കഴിക്കാൻ പോവാട്ടോ. എന്ത് കഴിക്കാൻ പോവാ അബ്ദുള്ള? ഓണസദ്യ കഴിക്കാൻ പോട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നതാണ്. നമുക്ക് അലിസേറായിരുന്നു ഫുഡ് കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിച്ച് ഇവിടെ വന്നത് എല്ലാം സെറ്റാക്കിയപ്പോഴേ ഞാൻ നോക്കിയാ ഇല ഏത് ഭാഗത്തോട്ടാണ് ഇടുന്നത്. ഇല ഇടുന്നതിനൊക്കെ ഓരോ രീതിയുണ്ട്, നമുക്കൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ കറികളെല്ലാം സെറ്റാക്കി വെച്ച് 30 കൂട്ടം കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വേണ്ട കറികൾ എന്തൊക്കെയാ നിങ്ങളെയും കൂടെ കാണിക്കാം. ശരിയേ വേണ്ട പപ്പടം, പഴം, ഉണ്ണിയപ്പം, ശർക്കര വരട്ടി, ബാക്കി സാമ്പാർ, അവിയല്, തോരൻ ഇതെല്ലാം എനിക്കറിയാം. അതിനകത്ത് കാളന്, എരിശ്ശേരി എല്ലാ കറികളൊന്നും എനിക്കറിയില്ലേ. വേണ്ടേ കുറേ കറികളുണ്ട്. ഓക്കെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണല്ലോ. അപ്പൊ കണ്ട കറികളും ഫുഡല്ല ഞങ്ങളങ്ങനെ കഴിക്കാൻ പോകട്ടോ. ഒരു സദ്യ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. കാണാൻ അമാനു നാളെയാണ് വരുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഞാൻ ഓണസദ്യ വാങ്ങാൻ പോകുന്നപ്പോ എന്നോട് പറഞ്ഞു അമ്മ ഒരു ഓണസദ്യ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേന്ന്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിന്. ഇപ്പൊ നാളെ വന്നിട്ട് ചൂടാക്കി കൊടുക്കണം. തണുത്താലും കുഴപ്പമില്ല, എനിക്ക് അത് ഓണസദ്യ വേണം കേട്ടോ. അതിനെ ഫ്രിഡ്ജ് വെച്ചേക്കും. അപ്പം അവിടെ പാക്കിംഗ് എല്ലാം നടക്കുവാണ്. അപ്പൊ നാളെ രാവിലെ ഇവിടെ എത്തും ഇൻഷാല്ലാ. അപ്പം കുറെ പേര് ചോദിച്ചു മോനെ എപ്പോഴാ വരുന്നതെന്ന് കേട്ടോ. നാളെ രാവിലെ വരും. അപ്പൊ ഞങ്ങൾ ഓണസദ്യ കഴിക്കട്ടെ. നിങ്ങളൊക്കെ ഓണസദ്യ കഴിച്ചോ? ഗൾഫിലാണെങ്കിലും നാട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോണ്ടല്ലോ ഇവിടെ ഹോട്ടലെല്ലാം പിന്നെ ഓണസദ്യ ആണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും എല്ലാത്തിനും ഫുഡ് ഇവിടെ റെഡിയല്ലേ. അപ്പൊ കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.